ഇത് നമ്മളൊരു ചാക്കായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് ഉണ്ടാവും. അത് ചെറിയ ഇപ്പോൾ അരി വാങ്ങിക്കുമ്പോൾ കിട്ടും എന്തായാലും വേണ്ടില്ല. അതുപോലെ തന്നെ ചെറിയ ഇപ്പോൾ സിമൻറ്റിൻ്റെ ചെറിയ ചാക്കുകളൊക്കെ നമുക്ക് കിട്ടും, പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് കിട്ടും. ഇപ്പോൾ ഇങ്ങനെയുള്ള ചാക്ക് ഉപയോഗിച്ചിട്ട് നമുക്കത് ഒരു ഗ്രോ ബാഗ് ആക്കിയിട്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം താഴ്ഭാഗത്ത് നന്നായിട്ട് ചുരുട്ടിയിട്ട് പിടിക്കുക. ചുരുട്ടി പിടിച്ചിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി ഉണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വരിഞ്ഞ് മുറുക്കി കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കതൊരു പച്ചക്കറികളൊക്കെ നടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ലൊരു ഒരു ഗ്രോ ബാഗിൻ്റെ അതേ ഇത് തന്നെയാണ്. ഒരു 2 കൊല്ലത്തോളമൊക്കെ ഇത് കേടുകൂടാതെ നിൽക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് ചുരുട്ടിയിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കണം. പിന്നെ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതായത് ഉൾവശത്തേക്കാണ് കേട്ടോ. പുറം ഭാഗം ഇങ്ങനെ കെട്ടി കൊടുത്തതിന് ശേഷം ഈ ചിത്രങ്ങളുള്ള ഭാഗമില്ലേ അത് ഉള്ളിലേക്ക് ആക്കിയിട്ട് വൈറ്റ് ഭാഗം നമുക്ക് പുറത്തേക്ക് ആക്കിയെടുക്കും. നേരെ മറച്ചിടുക എന്ന് പറയും, മറച്ചിട്ട് കൊടുക്കുക. അങ്ങനെ മറച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഉൾഭാഗം നന്നായിട്ട് ഇങ്ങനെ നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് ആക്കി കിട്ടും കേട്ടോ. തിരിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വലിച്ച് സൈഡൊക്കെ റെഡിയാക്കി എടുക്കാം. ഇത് തിരിച്ചിട്ട് ഏകദേശം കണ്ടില്ലേ, ഉൾവശത്തേക്ക് ആ കെട്ടിയ ഭാഗം ഉൾവശത്തേക്ക് വരും. അപ്പോൾ ഇരിക്കാനുള്ള സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും കറക്റ്റായിട്ട് പിന്നെ മറഞ്ഞു വീഴാത്ത രീതിയിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് മണ്ണും അതൊക്കെ ഇട്ടിട്ട് നമുക്ക് മുളകും തൈ നടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചൂഞ്ഞമുളകിൻ്റെ തൈ കുറച്ച് മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് നടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് മണ്ണും അതുപോലെ തന്നെ കുറച്ച് ഇലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇല വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് കണിക്കൊന്നയല്ല, നമ്മുടെ ശീമക്കൊന്നല്ലേ, ശീമക്കൊന്നയുടെ ഇലയുണ്ട് കേട്ടോ. അത് നല്ല വളമാണ് ഈ ശീമക്കൊന്നയുടെ ഇല പച്ചില നമുക്ക് അടിയിലൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറേ മണ്ണും ഈ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉണങ്ങിയ ഇലയുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി അപ്പോൾ ഇതുപോലെയുള്ള ചാക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ വേസ്റ്റൊക്കെ ഇങ്ങനെ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേ രീതിയിൽ 10 രൂപ 1 രൂപ ഒന്നും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ പച്ചക്കറി നടാനായിട്ടുള്ള ഗ്രോ ബാഗ് നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കിയിട്ട് മുളക് തൈയോ തക്കാളി തൈയോ അതുപോലെ തന്നെ വെണ്ടത്തൈയോ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് തൈകൾ നടാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രോ ബാഗൊന്നും വേസ്റ്റൊക്കെ കളയരുത് എന്തായാലും. ഇപ്പം നമുക്ക് മണ്ണൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്, മണ്ണും ഈ ഇലയും മണ്ണൊക്കെ നിറച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ചുഞ്ഞിമുളകിൻ്റെ തൈ ഞാൻ നട്ടു കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 ചാക്കുകളിലും കൂടി വേറെ നിറച്ച് വെച്ചിട്ടുണ്ട്. അത് ഇത്തിരി മുന്നും കൂടി ഉണ്ടാക്കിയിരുന്ന ഗ്രോ ബാഗ് പറഞ്ഞാൽ അതിൽ ഒരു വട്ടം നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മണ്ണ് കളഞ്ഞ് വീണ്ടും ആക്കിയിട്ട് രണ്ടാമത് ഇപ്പോൾ നട്ടു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 3 ഗ്രോ ബാഗിലായിട്ടാണ് നമുക്ക് തൈ നട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ.